അൽ ജവാബ് ദ ആൻസർ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് MK Fabrics, Convent Road, കൊല്ലം. MK Fabrics, MK Road, കൊല്ലം. Signature Groom and Bride, opposite Shangas Hospital, കൊല്ലം. അറഫ ഗോൾഡ്, അട്ടക്കുളങ്ങര, ട്രിവാൻഡ്രം. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, കരുനാഗപ്പള്ളി. വഴിയെത്ര ദൂരമാണെങ്കിലും ഞാൻ വിസ്തൃത മഹിഷറയിൽ വന്നു ചേരും. ജനിമൃതികൾക്കിടയിലെ മണ്ണിലെൻ ജീവിതം ജീവനാഥ നിന്നെ വാഴ്ത്തിയിരിക്കും. ഇനി എത്ര ദശാബ്ദങ്ങൾ എൻ വഴിത്താരയിൽ വീണടിഞ്ഞിടുവാനുണ്ടെങ്കിലും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി കഫാ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. ജയ്ഹിന്ദ് ചാനലിലെ അൽ ജവാബിനെ വളരെയേറെ കാലങ്ങളായി ഇഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട സഹോദരിമാർക്ക്, സഹോദരങ്ങൾക്ക് ഈ വെള്ളിയാഴ്ച പ്രഭാതത്തിൽ എല്ലാ ജോലികളും മാറ്റിവെച്ച് ഈ ഖുർആൻ പഠന പ്രോഗ്രാം കാണാനും കേൾക്കാനും പഠിക്കാനും പ്രാർത്ഥനകളൊക്കെ എഴുതിയെടുക്കാനും ഇരിക്കുന്ന നിങ്ങൾക്ക് MK ഫാബ്രിക്സ് ഒരുക്കുന്ന പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് പരലോകത്തേക്കുള്ള ഒരു മുതൽക്കൂട്ടാക്കി അള്ളാഹു മാറ്റട്ടെ. നമ്മൾ മരണപ്പെടുമ്പോൾ നമുക്ക് ഈമാനോടുകൂടി മരണപ്പെടാൻ ഈ പഠനം ഒരു ഉപകാരമാക്കി അള്ളാഹു തരട്ടെ. നമ്മുടെ കുടുംബത്തിന് അള്ളാഹു ഈ പ്രോഗ്രാമിന് വേണ്ടി സമയം ചെലവഴിക്കുന്നതിൻ്റെ ബറക്കത്തുകൊണ്ട് നമ്മുടെ കുടുംബത്തിന് അള്ളാഹു എല്ലാ സമാധാനവും, നമ്മുടെ മക്കൾക്ക് എല്ലാ സംരക്ഷണവും അള്ളാഹു തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ളവരെ, സൂറത്തുൽ ജിന്ന്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وأنا لما سمعنا الهدى آمنا به ومن يؤمن بربه فلا يخاف بخسا ولا رهقا. അല്ലാഹുവിൻ്റെ ഖുർആൻ. وأنا لما سمعنا الهدى فآمنا به. ജിന്നുകൾ, ഞങ്ങൾ അള്ളാഹുവിൻ്റെ ഹിദായത്ത്, ഖുർആൻ, സന്മാർഗം അത് കേട്ടപ്പോൾ ആമന്നാബി ഞങ്ങളത് വിശ്വസിച്ചു. ഫമൻ യുഅ്മിൻ ബിറബ്ബി, അള്ളാഹുവിൽ ആരെങ്കിലും ഉറച്ച് വിശ്വസിക്കുന്നുവോ ഫലാ യഖാഫു ബഖ്സം വലാ റഹഖാ, അവർക്കൊരു നഷ്ടം പേടിക്കണ്ട, ഒരു അനീതിയും അവർ ഭയപ്പെടണ്ട, ഒരു ബുദ്ധിമുട്ടും അവർക്കുണ്ടാവൂല. എങ്ങനെ? അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ അവരോട് പറയുകയാണ്, അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി തരികയാണ്. ജിന്നുകൾ പറയാണ്, ഞങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഹിദായത്താകുന്ന നേർമാർഗമാകുന്ന ഖുർആൻ കേട്ടപാടെ ഞങ്ങൾ വിശ്വസിച്ചു. അള്ളാഹുവിൽ അചഞ്ചലമായി വിശ്വസിക്കുന്നവർക്ക് ഒരു പേടി വേണ്ട. അള്ളാഹു അനീതി കാണിക്കുമോ, അള്ളാഹു ശിക്ഷിക്കുമോ, പേടി വേണ്ട. ഉറച്ച വിശ്വാസമുണ്ടായിരുന്നാൽ മതി. ആ ഉറച്ച വിശ്വാസമുണ്ടായിരുന്നത് കൊണ്ടാണ് ഓരോ പ്രവാചകന്മാരും രക്ഷപ്പെട്ടത്. ഏറ്റവും വലിയ പരീക്ഷണ ഘട്ടത്തിൽ അയ്യൂബ് നബി അലൈഹിസ്സലാം, ഞാനിപ്പോൾ ഈജിപ്തിലേക്ക് പോയപ്പോൾ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പരീക്ഷണവുമായി നടന്ന് നീങ്ങിയ വഴിയോരങ്ങൾ കാണാൻ കഴിഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഓരോ പ്രവാചകന്മാരും അവർ നേരിട്ട് കൊണ്ടിരുന്ന വലിയ പരീക്ഷണത്തെ, പ്രതിസന്ധി ഘട്ടത്തെ തരണം ചെയ്തത് അചഞ്ചലമായ അള്ളാഹുവിൻ്റെ വിശ്വാസം കൊണ്ടാണ്. അത് പ്രവാചകന്മാർ മാത്രമല്ല, സഹാബികൾ, മുൻഗാമികൾ, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമുക്കിടയിൽ ജീവിക്കുന്ന എത്രയോ ആളുകൾ ശക്തമായ വിശ്വാസം, ശക്തമായ ദീനിൻ്റെ അടയാളം. ഫലസ്തീനിലൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാം, മസ്ജിദുൽ അഖ്സയുടെ മുമ്പേ ഇപ്പോഴും ധൈര്യത്തിൽ തക്ബീർ വിളിച്ചുകൊണ്ട് ഇസ്രായേലി പട്ടാളക്കാരെ നേരിടാൻ വേണ്ടിയിട്ട് കുഞ്ഞു ഹൃദയങ്ങൾ പോലും, അവർക്ക് അവരുടെ കരുത്ത് അവരുടെ കൽച്ചീളുകളോ കയ്യിലിരിക്കുന്ന അസ്ത്രമോ ഒന്നുമല്ല, മറിച്ച് ഹൃദയമാണ്. ഇസ്രായേലി മിസൈലിൽ നിന്ന് വരുന്ന ആ ഒരു ശക്തമായ പ്രതികരണത്തെ തടഞ്ഞു നിർത്താൻ അവരുടെ വിശ്വാസത്തിന് സാധിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിൽ മുന്നിട്ടിറങ്ങുന്നവരാണവർ.
അതുകൊണ്ടാണ് ഖുർആൻ ഒരു സംഘത്തെക്കുറിച്ച് പറഞ്ഞത്, ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ, നബിയെ അവരുടെ ഹൃദയത്തിൽ ഈമാൻ സീൽ ചെയ്തിരിക്കുന്നു റസൂലേ എന്ന് അള്ളാഹു പറഞ്ഞതിൻ്റെ പൊരുൾ അതാണ്. അപ്പോൾ ആ രീതിയിൽ വിശ്വാസത്തെ നമ്മൾ ഉറപ്പിക്കണം. നമ്മൾ ഈ പറയുന്ന പ്രാർത്ഥനകളിലൂടെ, നിരന്തര നിസ്കാരങ്ങളിലൂടെ, നല്ല സൗഹൃദങ്ങളിലൂടെ, നല്ല ബന്ധങ്ങളിലൂടെ മാഷാ അല്ലാഹ് വിശ്വാസത്തെ ഉറപ്പിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. അൽ ജവാബ് എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 9:30-നും എല്ലാ ചൊവ്വാഴ്ചയും രാത്രി 11 മണിക്കും ഉണ്ടാകും. മറക്കാതെ കാണുക. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വെഡിങ് ഡ്രസ്സിന്റെയോ പാർട്ടി വെയറിന്റെയോ ഫോട്ടോയോ കൺസെപ്റ്റോ നിങ്ങളുടെ കയ്യിലുണ്ട്. അത് നിങ്ങൾക്ക് കസ്റ്റം ഡിസൈൻ ചെയ്ത് കിട്ടണം. അതിന് പറ്റിയ ഒരു യുണീക് സ്ഥലമുണ്ട് നമ്മുടെ കൊല്ലത്ത്, വെഡിങ് ബൈ സിഗ്നേച്ചർ. വിമന് മാത്രമല്ല, മെൻസ്, കിഡ്സ്, അങ്ങനെ എല്ലാവർക്കും ഇവിടുന്ന് പാർട്ടി വേസ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അഫോർഡബിൾ ലക്ഷറി, അതാണ് ഇവരുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. ദിസ് ഈസ് ദർ ചിത്രകാർ ലോഞ്ച്. ഇവിടെയാണ് എല്ലാം മാജിക് നടക്കുന്നത്. ദേ ഹാവ് ഇൻ-ഹൗസ് ഡിസൈനേഴ്സ്, സ്റ്റിച്ചിങ് യൂണിറ്റ് ആൻഡ് ആർട്ടിസ്റ്റ് ഫ്രം ഓൾ ഓവർ ഇന്ത്യ. Ground floor is called Seasons and is for party wears and salwas. First floor Chitragar Lounge has fabrics from all over India. Second floor Mangal Muhurta collections is for lehengas, gowns and sarees for any occasions. Third floor Vardhaman is exclusive for men. Designers-നോട് സംസാരിച്ച് നിങ്ങൾക്ക് വേണ്ടുന്ന യൂണിക് ഡ്രസ്സസ് ഇവിടുന്ന് കസ്റ്റമൈസ് ചെയ്ത് ഫാബ്രിക് ഒക്കെ ചൂസ് ചെയ്ത് ഡിസൈൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. Signature Groom and Bride opposite Shangas Hospital, Kollam. അമ്മേ ദേ നോക്ക്, നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അല്ലേ? അതൊക്കെ അച്ഛൻ നോക്കിക്കോളും. അച്ഛൻ ഇപ്പോഴത്തെ ഫാഷൻ വല്ലതും അറിയോ? രാഹുലിന്റെ വീട്ടുകാരെന്താ വിചാരിക്കുക? മോളൂസൻ അച്ഛൻ ബെസ്റ്റ് മാത്രല്ലേ തെരഞ്ഞെടുത്തിട്ടുള്ളൂ. ഈ കല്യാണം പോലും ആഭരണത്തിന്റെ കാര്യത്തിലും അച്ഛൻ ബെസ്റ്റ് മാത്രം സെലക്ട് ചെയ്യും. ഇത്രയും ഫാഷൻ പോരെ മോളെ? പരിശുദ്ധമായ ബന്ധങ്ങൾക്ക് പവിത്രമായ പൊന്നിൻ തിളക്കം. അറഫ ഗോൾഡൻ ഡയമണ്ട്സ്, അട്ടക്കുളങ്ങര, തിരുവനന്തപുരം. നിങ്ങൾക്കറിയാമോ, ദീർഘകാലമായി ഗുളികയും ഇൻസുലിനും എടുത്തിട്ടും ഷുഗർ കുറയാത്തത് ഇൻസുലിൻ റെസിസ്റ്റൻസ് മൂലമെന്ന്? പാർശ്വഫലങ്ങളില്ലാത്ത പ്രകൃതിയുടെ പ്രത്യേക ആയുർവേദ ഔഷധക്കൂട്ടുകൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് മാറ്റി ഷുഗർ നോർമലാക്കുന്നു. ആസ്മ, അലർജി എത്ര പഴകിയതുമാകട്ടെ ഔഷധ സേവയിലൂടെ പൂർണ്ണമായും സുഖപ്പെടുത്താം. ഡോക്ടറോട് സംസാരിക്കാൻ ഇപ്പോൾ വിളിക്കൂ 9446182437. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി, പത്തനാപുരം, ഇടപ്പള്ളി, മലപ്പുറം, ഇടപ്പാൾ. അൽ ജവാബ് എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 9:30-നും എല്ലാ ചൊവ്വാഴ്ചയും രാത്രി 11 മണിക്കും ഉണ്ടാകും. മറക്കാതെ കാണുക. അസ്സലാമു അലൈക്കും. കൊല്ലത്തെ പ്രമുഖ വസ്ത്രാലയമായ കൊല്ലം MK ഫാബ്രിക്സ്. MK ഫാബ്രിക്സ് അവതരിപ്പിക്കുന്ന അൽ ജവാബ് പ്രോഗ്രാമിലെ ചോദ്യോത്തരവേളയിലേക്ക് എല്ലാ ദീനീ സ്നേഹികളെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. എൻ്റെ കുഞ്ഞുമകൾ പഠിക്കുന്ന സ്കൂളിൽ മറ്റു മത ആചാരപ്രകാരമുള്ള പോലെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇത് നമ്മുടെ വിശ്വാസത്തെ ബാധിക്കുമോ ഉസ്താദെ? ചോദിച്ചിരിക്കുന്നത് അൻസാർ റഷീദാണ്, തിരുവനന്തപുരത്ത് നിന്നും. തീർച്ചയായിട്ടും അത് ബാധിക്കും. നമ്മൾ ആ വിഷയം ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മൾ മക്കൾക്ക് വേണ്ടി പഠിക്കാൻ തിരഞ്ഞെടുക്കുന്ന വിദ്യാലയങ്ങൾ അതൊരിക്കലും നമ്മുടെ ഗമ കാണിക്കാനുള്ളതാകരുത്. എൻ്റെ മോള് പോകുന്ന വാഹനം അതാണ്, എൻ്റെ മോള് സംസാരിക്കുന്ന ശൈലിയും ഭാഷയും ധരിക്കുന്ന വസ്ത്രവും ഇതാണ്. അതിങ്ങനെ വാട്സപ്പിലിടുക, കുടുംബ ഗ്രൂപ്പിൽ പറയുക, എൻ്റെ മോളിന്ന് സ്കൂളിൽ പോയിട്ട് വന്ന വരവിൽ എന്താണ് എന്നോട് പറഞ്ഞതെന്ന് അറിയോ നിനക്ക്? അങ്ങനെ കുടുംബ ഗ്രൂപ്പുകളിൽ ഗർവ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിദ്യാലയങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ അതിലുണ്ടാവും.
അവിടെ പിന്നെ ഖേദിച്ചിട്ട് കാര്യമില്ല. നമ്മളവിടെ പോയി സ്കൂൾ മോശമാണ്, അല്ലെങ്കിൽ അവിടെ പോയിട്ട് നമ്മൾ അനുവദിക്കുന്നില്ല, അങ്ങനെ ഒന്നും നമ്മൾ പറയാൻ പാടില്ല. കാരണം നമ്മൾ തിരഞ്ഞെടുത്ത സംഭവം അതായതുകൊണ്ട്, നമ്മൾ തിരഞ്ഞെടുക്കുന്ന വിഷയം അതായതുകൊണ്ട് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ പിന്നെ അവിടെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമുക്ക് ആദ്യമേ നല്ലത് ചൂസ് ചെയ്യാനുള്ള ചാൻസ് നമ്മുടെ നാട്ടിലുണ്ട്, അത് നമ്മൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ ആ വിഷയം നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. തീർച്ചയായിട്ടും ഇത്തരം മാമൂലുകൾ നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ചെറുതിലേ വന്നാൽ വലുതാകുമ്പോൾ പിന്നെ അവർ മാറ്റില്ല, ആ ശൈലി തന്നെ വേണം എന്നവരാഗ്രഹിക്കും. ഇപ്പോൾ ചെറുതിലേ കുഞ്ഞ് ഫ്രോക്കിട്ട് ശീലിച്ച ഒരു മോള് വലുതാകുമ്പോഴും അതേ ശീലം മാറ്റിക്കൊടുക്കാൻ ഉമ്മയും ഉപ്പയും തയ്യാറാകുന്നില്ലെങ്കിൽ അതവൾക്കൊരു ഇണങ്ങുന്ന രീതിയായി മാറി. പിന്നെ അവൾക്കതൊരു തെറ്റായിട്ട് തോന്നില്ല. എല്ലാം അങ്ങനെ തന്നെയാണ്. പിന്നെ നമ്മളെപ്പോഴും കുഞ്ഞിലേ തുടങ്ങുന്ന ശീലങ്ങൾ നമുക്കൊരിക്കലും മാറ്റിയെടുക്കാൻ കഴിയില്ല, വലിയ പ്രയാസമാണ്. അപ്പോൾ ആദ്യമേ നല്ല ശീലങ്ങൾ, നല്ല വസ്ത്രധാരണം, നല്ല സ്വഭാവം, നല്ല സംസ്കാരം നമ്മുടെ മക്കൾക്ക് കൊടുക്കണം. അതിനുതകുന്ന വിദ്യാലയങ്ങളെ തിരഞ്ഞെടുക്കണം. ധാരാളമുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഉമ്മ മരണപ്പെട്ടു. ഉമ്മയുടെ പേരിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു, കടങ്ങളൊന്നും ഇല്ല ഉസ്താദേ. ഈ പൈസ മകൻ എന്ന നിലയിൽ ഞാൻ എന്തിനൊക്കെയാണ് വിനിയോഗിക്കേണ്ടത്? മനാഫ് പടിഞ്ഞാറ്റൻകര നിന്നുമാണ് ചോദിച്ചത്. തീർച്ചയായിട്ടും ഉമ്മയും ഉപ്പയും നിങ്ങൾക്ക് അവകാശപ്പെട്ട അർഹതപ്പെട്ട സ്വത്തെല്ലാം തന്നവരാണെങ്കിൽ ഉമ്മയോടും ഉപ്പയോടുമുള്ള ഉമ്മായും ഉപ്പായും മക്കളോടുള്ള കടമകളൊക്കെ പാലിച്ച് നിങ്ങൾക്ക് തരാനുള്ളതൊക്കെ തന്ന് ബാക്കി അവരുടേതായ ആവശ്യത്തിന് മാറ്റിയിട്ടിരുന്ന പൈസയായിരിക്കുമല്ലോ. അപ്പോൾ അവർ മരണപ്പെട്ടു പോയാൽ ആ കാശെടുത്തിട്ട് എന്ത് ചെയ്യണം? അവരുടെ നന്മയ്ക്ക് വേണ്ടി ചിലവഴിക്കണം. അല്ലാതെ അതും പകുത്തെടുത്ത് അനിയന് 10,000 ഏട്ടന് 10,000 അങ്ങനെ കൃത്യമായിട്ട് അതും പകുത്തെടുത്ത് എത്ര കിട്ടിയാലും മതിയാകാതെ പോകാതെ അവർക്ക് വേണ്ടി കുറേ നന്മകൾ ചെയ്യാൻ. ഇപ്പോൾ ഏതെങ്കിലും ഒരു യത്തീമായ കുട്ടിയുടെ കല്യാണത്തിന് ഉമ്മാൻ്റെ പേരിലുള്ളതാണ് ഇരിക്കട്ടെ, ഇല്ലെങ്കിൽ നമ്മുടെ പള്ളി നിർമ്മാണം നടക്കുകയാണ്, മാഷാ അല്ലാ, ഉമ്മാടെ പേരിൽ ഒരു കുറച്ച് സിമൻറ്റ്, കുറച്ച് മണ്ണ് അവിടെ എടുത്തു കൊടുക്കുക, അവർക്കൊരു ഗുണമാവട്ടെ. ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരു വൃദ്ധസദനം നടക്കുന്നു. ഇപ്പോൾ സ്നേഹസാഗരത്തിലൊക്കെ ഒരുപാട് മരണപ്പെട്ടു പോയ ഉമ്മയുടെയും ഉപ്പയുടെയും പേരിലൊക്കെ കുറേ സ്വതക്കകൾ ചെയ്യലുണ്ട്, ഭക്ഷണം കൊടുക്കലുണ്ട്, ഇല്ലെങ്കിൽ ഹിഫ്ള് പഠിക്കുന്ന മക്കൾക്ക് ഭക്ഷണം കൊടുക്കൽ, ഇതൊക്കെ തിരഞ്ഞെടുക്കാം. അതൊക്കെ ഏറ്റവും നല്ലതുപോലെ ഇല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ പാവങ്ങളുണ്ട്, വിധവകളുണ്ട്, കുടുംബത്തിൽപ്പെട്ട മിസ്കീൻ, അവരെ പോയി കണ്ടിട്ട് ഇതെൻ്റെ ഉമ്മയുടെ കയ്യിലുണ്ടായിരുന്ന പൈസയാണ്, ഉമ്മ മരണപ്പെട്ടു പോയി, അതുകൊണ്ട് ഇത് നിങ്ങൾക്കിരിക്കട്ടെ, ഇതെൻ്റെ ഉമ്മ അവസാനം വരെ ഉപയോഗിച്ചിരുന്നൊരു സ്വർണ്ണ മാലയാണ്, അല്ലെങ്കിൽ കമ്മലാണ്, അപ്പോൾ ഇത് നിങ്ങൾക്കിരിക്കട്ടെ. ഇതൊന്നും മക്കളങ്ങനെ മനസ്സറിഞ്ഞ് കൊടുക്കുമെന്നും തോന്നുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ജീവിതകാലത്ത് മരിക്കണതിന് ഉമ്മമാർ തന്നെ കൊടുത്തിട്ട് പോലാണ് നല്ലത്. മരണപ്പെട്ട് കഴിഞ്ഞാൽ കാതോടുകൂടി വലിച്ചു പറിച്ചു കൊണ്ടുപോകുന്ന മക്കളാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അവർ മറ്റുള്ളവർക്ക് എങ്ങനെ കൊടുക്കുമെന്നൊന്നും എനിക്കറിയില്ല. ഞാനത് നന്മ ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞതാണ്. അങ്ങനെ കൊടുത്താൽ സ്നേഹമുള്ള ഉമ്മാക്ക് ഖബറിൻ്റെ അകത്ത് വലിയ കൂലി കിട്ടും. അള്ളാഹു മാതാപിതാക്കളുടെ മരണശേഷം അവർക്ക് ഇത്തരം ഒരുപാട് ഗുണങ്ങളുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നമുക്ക് അള്ളാഹു തൗഫീക്ക് തരട്ടെ. ഖുർആൻ മൊത്തത്തിൽ ബഹുമാനിക്കുന്ന പോലെ തന്നെയാണോ അതിൻ്റെ ഓരോ ജുസുകളായാലും ഓരോ സൂറത്തിൻ്റെ ഏടുകളായാലും ബഹുമാനിക്കേണ്ടത്? ഇത് എഴുതി വെച്ച് ചോദിച്ചത് കരീം ഹാജിയാണ്, കൊടുവള്ളിയിൽ നിന്നും. ഖുർആൻ ഓരോ ജുസുകളായി മാറി മാറി വരുന്ന, അപ്പോൾ ഒരു അമ്മ ജുസ് ഒരെണ്ണം, അങ്ങനെ അങ്ങനെ 30 ജുസുകളായി ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് മക്കൾക്ക് പഠിക്കാനുള്ള എളുപ്പത്തിന്, ഖത്തം ഓതാനുള്ള എളുപ്പത്തിനൊക്കെ ഉപകരിക്കലുണ്ട്. അതാണെങ്കിലും ഖുർആനല്ലേ. എന്തിനേറെ ഖുർആനിൽ നിന്ന് അടർന്നു വീണ ചെറിയ ഒരു കഷണം, ഒരു ജുസു അല്ല, ഖുർആനിൻ്റെ മൊത്തമല്ല, ഖുർആനിൻ്റെ മുഴുവനും അങ്ങനെ തന്നെ മുസഹഫായിട്ട് ഇറങ്ങുന്നതല്ല, മറിച്ച് ഖുർആനിൻ്റെ ചെറിയ ഒരു കടലാസ് കഷണമാണ് അടർന്ന് നിലത്ത് വീണ് കിടക്കുന്നതെങ്കിലും എന്ത് ചെയ്യണം? അതിനെ ബഹുമാനിക്കുക, അതിനെ ആദരിക്കുക. ഖുർആനിനെ മൊത്തത്തിൽ ബഹുമാനിക്കുന്ന പോലെ തന്നെ ഈ ഒരു ആദരവും ബഹുമാനവും അതിനും കൊടുക്കുക എന്നത് തീർച്ചയായിട്ടും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമുള്ളതാണ്. മാത്രമല്ല അതിനോട് അനാദരവ് കാണിച്ചാൽ കിട്ടുന്ന ശിക്ഷയും വളരെ വളരെ ഭയാനകരമാണ്. അള്ളാഹുവിൻ്റെ കലാമല്ലേ. അപ്പോൾ ഖുർആനിൽ നിന്ന് ഒരല്പം മഹാരഥന്മാരുടെ ചരിത്രങ്ങളിലൊക്കെ കാണാം. വിട പറഞ്ഞു പോയതിന് ശേഷം ശിഷ്യഗണങ്ങൾ സ്വപ്നം കാണുമ്പോൾ നിങ്ങളുടെ പരലോകത്ത് കിട്ടിയ നിങ്ങളുടെ ഗുണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ചിലരൊക്കെ എനിക്കൊരുപാട് നന്മകളുണ്ടായി, അതിനൊക്കെ അള്ളാഹു പ്രതിഫലം തന്നെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടിയത്
വഴിയിൽ കിടന്ന ഖുർആനിൻ്റെ ചെറിയ ഒരു കഷ്ണത്തെ ആദരവോടെ ഞാൻ എടുത്തു മാറ്റി വെച്ചത് കൊണ്ടാണെന്ന് പറയുന്നു. അപ്പോൾ ആ ഒരു ആദരവ് ഖുർആനിൻ്റെ ചെറിയ ഒരു ഭാഗമാണെങ്കിലും നിലത്ത് കണ്ടാൽ അതിനോട് കാണിക്കണം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പലരും പുരുഷന്മാരെ കൊണ്ട് നിക്കാഹിന് മുൻപ് ഉളു ചെയ്യിപ്പിക്കുന്നതായി കാണാം. അത്രമാത്രം നിർബന്ധമാണോ ഉസ്താദെ ആ സമയത്ത് ഉളു ചെയ്യുക എന്നത്? റിയാസ് മരക്കാർ കോഴിക്കോട് നിന്നുമാണ് ചോദിച്ചത്. ഉളു ചെയ്യുക എന്നത് പുതുമാരനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. അയാൾ ഉളു എടുത്താലേ നിക്കാഹ് ശരിയാകും, അങ്ങനെയൊന്നുമില്ല. പക്ഷേ ജീവിതത്തിൽ നിക്കാഹ് എന്ന് പറഞ്ഞാൽ എന്താണ് നിക്കാഹ് എന്ന് പറഞ്ഞാൽ? പുതിയ ഒരു ജീവിതം തുടങ്ങുകയാണ്. ഇനി മരിക്കുന്നത് വരെ അവൻ അള്ളാഹു ഒരു ഇണയെ കൊടുക്കുകയാണ്. ഇനി അവൻ്റെ യാത്ര, രാത്രി, പകല്, ഭക്ഷണമൊക്കെ ഇണയോടത്താണ്. എവിടെയോ ജനിച്ച ഒരു പെൺകുട്ടിയെ അള്ളാഹു ഒരു ഉടമ്പടിയിലൂടെ അവൻ്റെ സർവസ്വവുമാക്കി കൊടുക്കുകയാണ് നിക്കാഹ്. ആ ഒരു പുണ്യകർമ്മത്തിന് വേണ്ടി ഇരിക്കുമ്പോൾ അതിൻ്റെ ഒരു മര്യാദയായിട്ട് ഉളു കൊടുക്കലാണ്. അപ്പോൾ അതാണ് പറയാം. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്ന് നിക്കാഹുമായി ബന്ധപ്പെട്ട ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളെ നാം ഇങ്ങനെ കുറച്ച് ഒഴിവാക്കി കൊണ്ടുവരികയാണ്. ആകെ ഇപ്പം നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഉളു കൊടുക്കൽ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ മാറിപ്പോയി. ഇനി ആ ഉളുവും കൂടി ഒഴിവാക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, നിക്കാഹിൻ്റെ മൂല്യത്തെ തിരിച്ചറിയുക, നിക്കാഹിൻ്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കുക, ഇസ്ലാം അതിന് കൊടുക്കുന്ന ശ്രേഷ്ഠതയെ തിരിച്ചറിയുക, എന്നിട്ട് അതിൻ്റെ എല്ലാ ഹുക്കുമുകളും പാലിച്ചുകൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു നിക്കാഹായി അത് മാറാൻ ഉദു എടുക്കുക, തലമറയ്ക്കുക, നിസ്കാരമുള്ളവരാവുക, പള്ളിയിൽ വെച്ച് തന്നെ ആയിരിക്കും. അങ്ങനെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ദുആയ്ക്കൊക്കെ പരിപൂർണമായിട്ടും ആമീൻ പറയുക. അങ്ങനെ നല്ല തീരുമാനങ്ങളും നല്ല നിയ്യത്തുകളും ചെയ്യുക. അങ്ങനെ കൊണ്ടുവരിക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഒരു മരണവീട്ടിൽ ഞാൻ ധൃതിയിൽ മയ്യത്ത് അടക്കണം എന്ന് വാശി പിടിച്ച കാരണത്താൽ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുകയും വെറുക്കുകയും ചെയ്തു. അതിൻ്റെ ആവശ്യകത ഉസ്താദ് ഒന്ന് വിശദീകരിച്ചു കൊടുക്കാമോ? ചോദിച്ചിരിക്കുന്നത് മുസ്തഫ ഹാജിയാണ്, കണ്ണൂരിൽ നിന്നും. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ. ഒന്ന്, മരണവീട്ടിൽ നമ്മൾ പൊതുവായി ഒറ്റയ്ക്കൊരു കാര്യം പറയുമ്പോൾ ആ പറയുന്നതിന് ഒരു പ്രത്യേക ശൈലി നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. മരണവീട്ടിൽ നിൽക്കുന്ന എല്ലാവരും മിടുക്കന്മാരായിട്ടാണ് നിൽക്കുന്നത്. മയ്യത്ത് പൊതിയാൻ നിൽക്കുന്നവർ പള്ളിയിലെ ഖത്തീബിനെക്കാളും ഭയങ്കര അറിവുള്ളവരായിട്ടാണ് പൊതിയാൻ നിൽക്കുന്നത്. മയ്യത്ത് കുളിപ്പിക്കാൻ കയറിയവരെക്കാളും കഴിവുള്ളവരായിട്ടാണ് മയ്യത്ത് കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് വാങ്ങാൻ വേണ്ടി പുറത്ത് നിൽക്കുന്നവർ. അവരങ്ങനെയാണ് അഭിനയിക്കുന്നത്. എല്ലാ മരണ വീട്ടിലും അങ്ങനെയുണ്ട്, കാണാം നമുക്ക്. മയ്യത്ത് കുളിപ്പിക്കാൻ കയറി കഴിഞ്ഞാൽ പുറത്തുനിന്ന് പറയും അവർക്കൊന്നും കുളിപ്പിക്കാൻ അറിയില്ല, എത്ര സമയമായി കൊണ്ടുപോയിട്ട് 2 മണിക്കൂറായി. ഇത് ഈ പറയുന്ന ആളിന് ചിലപ്പോൾ സ്വന്തമായി വലിയ ശുദ്ധിയുടെ കുളി പോലും നല്ലതുപോലെ അറിയില്ലായിരിക്കും. പക്ഷെ എന്നാലും മരണ വീട്ടിൽ അത് സ്വാഭാവികമായും പതിവാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും മിടുക്കരായി നിൽക്കുന്നതിനിടയിലാണ് ഒരാൾ ചെന്നിട്ട് ഈ മയ്യത്തിന് നമുക്ക് പെട്ടെന്ന് അടക്കണം, ഇങ്ങനെ വെച്ചിരുന്നാൽ പറ്റൂല എന്ന അഭിപ്രായം പറയുന്നത്. ആ പറയുന്ന ശൈലി ജനങ്ങൾ സ്വീകരിക്കുന്ന രീതിയിൽ പറഞ്ഞാൽ എല്ലാവരും കേൾക്കും. അല്ലെങ്കിൽ എന്ത് പറ്റും? ഈ പറയുന്ന ആൾ നിങ്ങൾ ഈ ചോദ്യകർത്താവിനെ പോലെ തന്നെ ഒറ്റപ്പെട്ടു പോകും. അപ്പോൾ അതിന് നമ്മളൊരു ചെറിയ സംയമനത്തിൻ്റെ അടുക്കി നിർത്തലിൻ്റെ ചെറിയ ശൈലി സ്വീകരിച്ചാൽ മതി. മോനെ വിളിക്കുക, മോനെ ഉപ്പ ഇത്രയും സമയം നമുക്ക് വെച്ചിരിക്കണോ, വളരെ വേഗം അടക്കുന്നത് ആ മയ്യത്തിനോടുള്ള നമ്മുടെ കടമയല്ലേ, നമ്മുടെ സ്നേഹം അങ്ങനെയല്ല നമ്മൾ കാണിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് പതിയെ ഈ ആരോടാണോ മെസ്സേജ് കൊടുക്കണം അങ്ങനെ കൊടുത്ത് അങ്ങനെയാണ് ചെയ്യേണ്ടത്. പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് മയ്യത്തെടുക്കൂ, കൊണ്ട് അടക്കണം എന്ന് പറഞ്ഞാലൊന്നും ഇന്നാരും കേൾക്കൂല. അപ്പോൾ ആ ശൈലിയുടെ ഒരു പ്രശ്നമായിരിക്കും വന്നതെന്നാണ് മൊത്തത്തിൽ ഇന്നത്തെ ഒരു മരണവീടിൻ്റെ അന്തരീക്ഷം പഠിച്ച സ്ഥിതിക്ക് എനിക്ക് മനസ്സിലാവുന്നത്. ഏതായാലും പടച്ചവൻ കാത്തിരക്ഷിക്കട്ടെ. വളരെ പെട്ടെന്ന് മരണപ്പെട്ടവരെ വേഗം അടക്കുക എന്നത് തന്നെയാണ്. എന്തെങ്കിലും ചില നിർബന്ധ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി പിന്തിക്കുന്നുണ്ട് പലപ്പോഴും. അതൊന്നും അല്ലെങ്കിൽ വളരെ വേഗം അടക്കുക എന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. മൗലൂദ് ഓതുന്നതിന് മുൻപ് നബിയുടെ പേരിൽ ആദ്യം ഫാത്തിഹ ഓതൽ നിർബന്ധമാണോ? സാധാരണ സമയങ്ങളിൽ അങ്ങനെ ഓതുന്നത് കൊണ്ട് എന്തൊക്കെ നേട്ടങ്ങളാണ് ലഭിക്കുക? ചോദിച്ചിരിക്കുന്നത് റഷാദ് ഫാറൂഖി, കാസർഗോഡ് നിന്നും. നമുക്കറിയാം, അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ ഒരാൾക്ക് വേണ്ടി നമുക്ക് ഹദിയ ചെയ്ത് ഓതാവുന്നതാണ്. ഏറ്റവും ശ്രേഷ്ഠമായ ഖുർആനിലെ ഒരു ഭാഗമാണ് ഫാത്തിഹ. ഉമ്മുൽ ഖുർആൻ അഥവാ ഖുർആനിൻ്റെ ഉമ്മ എന്നു പോലും ഫാത്തിഹയെ പറയപ്പെടുമ്പോൾ, അതുപോലെ ഒരുപാട് പേരുകളുണ്ട്, അങ്ങനെ പറയപ്പെടുമ്പോൾ ഫാത്തിഹ അത്രമേൽ പ്രാധാന്യമാണ്.
ഫാത്തിഹയിൽ രോഗത്തിന് മരുന്നുണ്ട്, സമാധാനമുണ്ട്, കാവലുണ്ട്, സംരക്ഷണമുണ്ട്, ഖൈറിൻ്റെ വാതിലുകൾ തുറക്കാൻ കാരണമുണ്ട്. എല്ലാ നന്മക്കും ഫാത്തിഹ ആവശ്യവുമാണ്. അപ്പം നമുക്കത് ഓതാം. നമ്മൾ പുന്നാർ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഒരു ഫാത്തിഹ ഓതി ഹദിയ ചെയ്തിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ പുണ്യവും ബറക്കത്തും ആ ചെയ്യുന്നതിനുണ്ടാവും. അതിൻ്റെ ഐശ്വര്യം ഒന്നടങ്കം ആ കാര്യത്തിലുണ്ടാവും. അപ്പം മൗലിദ്, പ്രത്യേകിച്ച് മൗലിദ് ഓതുക എന്ന് പറഞ്ഞാൽ മൗലിദ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രമാണ്. പുന്നാര ഹബീബിൻ്റെ പ്രകാശത്തിൻ്റെ സഞ്ചാരം, അള്ളാഹിൻ്റെ ഹബീബ് മക്കത്ത് ജനിച്ചപ്പോഴുണ്ടായ അത്ഭുതങ്ങൾ, അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ അത് പറയുമ്പോൾ തീർച്ചയായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി അതിൻ്റെ തുടക്കത്തിൽ ഒരു ഫാത്തിഹ ഹദിയ ചെയ്യുന്നത് എന്തുകൊണ്ടും ഗുണമാണ്. ഏത് സമയത്തും അങ്ങനെ ഓതാം. ശരീരശുദ്ധിയിലും വൃത്തിയിലും ശ്രദ്ധയോടുകൂടി അത് ചെയ്യുമ്പോൾ വീണ്ടും വീണ്ടും അതിൻ്റെ ഗുണവും പ്രതിഫലവും പ്രയോജനവും നമുക്ക് കൂടിക്കൊണ്ടിരിക്കുകയേ ഉള്ളൂ. മക്കളെയും നാം ആ തരത്തിൽ ഓതി ശീലിപ്പിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അൽ ജവാബ് എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 9:30-നും എല്ലാ ചൊവ്വാഴ്ചയും രാത്രി 11 മണിക്കും ഉണ്ടാകും. മറക്കാതെ കാണുക. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വെഡിങ് ഡ്രസ്സിന്റെയോ പാർട്ടി വെയറിന്റെയോ ഫോട്ടോയോ കൺസെപ്റ്റോ നിങ്ങളുടെ കയ്യിലുണ്ട്. അത് നിങ്ങൾക്ക് കസ്റ്റം ഡിസൈൻ ചെയ്ത് കിട്ടണം. അതിന് പറ്റിയ ഒരു യുണീക് സ്ഥലമുണ്ട് നമ്മുടെ കൊല്ലത്ത്, വെഡിങ് ബൈ സിഗ്നേച്ചർ. വിമന് മാത്രമല്ല, മെൻസ്, കിഡ്സ്, അങ്ങനെ എല്ലാവർക്കും ഇവിടുന്ന് പാർട്ടി വേസ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അഫോർഡബിൾ ലക്ഷറി, അതാണ് ഇവരുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. ദിസ് ഈസ് ദർ ചിത്രകാർ ലോഞ്ച്. ഇവിടെയാണ് എല്ലാം മാജിക് നടക്കുന്നത്. ദേ ഹാവ് ഇൻ-ഹൗസ് ഡിസൈനേഴ്സ്, സ്റ്റിച്ചിങ് യൂണിറ്റ് ആൻഡ് ആർട്ടിസ്റ്റ് ഫ്രം ഓൾ ഓവർ ഇന്ത്യ. Ground floor is called Seasons and is for party wears and salwars. First floor Chitrakar Lounge has fabrics from all over India. Second floor Mangal Muhurta collections is for lehengas, gowns and sarees for any occasions. Third floor Vardhaman is exclusive for men. ഡിസൈനേഴ്സിനോട് സംസാരിച്ച് നിങ്ങൾക്ക് വേണ്ടുന്ന യുണീക് ഡ്രസ്സസ് ഇവിടുന്ന് കസ്റ്റമൈസ് ചെയ്ത് ഫാബ്രിക് ഒക്കെ ചൂസ് ചെയ്ത് ഡിസൈൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. Signature Groom and Bride, opposite Shangas Hospital, Kollam. അമ്മേ ദേ നോക്ക്, നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അല്ലേ? അതൊക്കെ അച്ഛൻ നോക്കിക്കോളും. അച്ഛൻ ഇപ്പോഴത്തെ ഫാഷൻ വല്ലതും അറിയോ? രാഹുലിന്റെ വീട്ടുകാരെന്താ വിചാരിക്കുക? മോളൂസിന് അച്ഛൻ ബെസ്റ്റ് മാത്രല്ലേ തെരഞ്ഞെടുത്തിട്ടുള്ളൂ. ഈ കല്യാണം പോലും ആഭരണത്തിന്റെ കാര്യത്തിലും അച്ഛൻ ബെസ്റ്റ് മാത്രം സെലക്ട് ചെയ്യും. ഇത്രയും ഫാഷൻ പോരെ മോളെ? പരിശുദ്ധമായ ബന്ധങ്ങൾക്ക് പവിത്രമായ പൊന്നിൻ തിളക്കം. അറഫ ഗോൾഡൻ ഡയമണ്ട്സ്, അട്ടക്കുളങ്ങര, തിരുവനന്തപുരം. നിങ്ങൾക്കറിയാമോ, ദീർഘകാലമായി ഗുളികയും ഇൻസുലിനും എടുത്തിട്ടും ഷുഗർ കുറയാത്തത് ഇൻസുലിൻ റെസിസ്റ്റൻസ് മൂലമെന്ന്? പാർശ്വഫലങ്ങളില്ലാത്ത പ്രകൃതിയുടെ പ്രത്യേക ആയുർവേദ ഔഷധക്കൂട്ടുകൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് മാറ്റി ഷുഗർ നോർമലാക്കുന്നു. ആസ്മ, അലർജി എത്ര പഴകിയതുമാകട്ടെ ഔഷധ സേവയിലൂടെ പൂർണ്ണമായും സുഖപ്പെടുത്താം. ഡോക്ടറോട് സംസാരിക്കാൻ ഇപ്പോൾ വിളിക്കൂ 9446182437. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി, പത്തനാപുരം, ഇടപ്പള്ളി, മലപ്പുറം ഇടപ്പാൾ. അൽ ജവാബ് എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 9:30-നും എല്ലാ ചൊവ്വാഴ്ചയും രാത്രി 11 മണിക്കും ഉണ്ടാകും. മറക്കാതെ കാണുക. അൽഹംദുലില്ലാ, ഒരുപാട് ആളുകൾ നിരന്തരം ഓരോ ആഴ്ചയിലും കത്തുകൾ അയക്കുന്നുണ്ട്. സ്നേഹസാഗരത്തെക്കുറിച്ച് ചോദിക്കുന്ന കത്തുകളുണ്ട്. റഹ്മാനിയ കോളേജ്, ഉസ്താദ് നടത്തുന്ന ഖുർആൻ കോളേജിനെ കുറിച്ച് ചോദിക്കുന്ന കത്തുകളുണ്ട്. മാഷാ അല്ലാ, അതിനൊക്കെ ഇതിലൂടെയാണ് മറുപടി തരാൻ എനിക്ക് കഴിയുള്ളൂ. കോളേജ് കിളിമാനൂർ, തിരുവനന്തപുരം ജില്ലയുടെ കിളിമാനൂർ മഞ്ഞപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ്. 10-40ഓളം കുട്ടികൾ പഠിക്കുന്നു. എൻ്റെ ഉസ്താദാണ്, അൻവർ ബാക്കവി ഉസ്താദാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. മാഷാ അല്ലാ, വളരെ മനോഹരമായ ശാന്തമായ പ്രദേശവും നല്ല കുട്ടികൾക്ക് ഹിഫ്ദിന് പറ്റിയ സ്ഥലവുമാണ്.
അഡ്മിഷനൊക്കെ കഴിഞ്ഞു. ഇനി കുട്ടികളെടുക്കാൻ ഇപ്പോൾ ഈ വർഷം കഴിയില്ല. എന്നാലും ക്ലാസ്സൊക്കെ വളരെ വിജയകരമായി പോകുന്നു. എല്ലാ 2 വിദ്യാഭ്യാസവും കൊടുക്കുന്ന സ്ഥാപനമാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഏറ്റവും നല്ല ചോദ്യകർത്താവിനുള്ള 1ാം സമ്മാനം കൊടുക്കുന്നത് അറഫ ഗോൾഡ് തിരുവനന്തപുരം അബ്ദുൽ ലത്തീഫ് സാഹിബ്. അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് എനിക്ക് പരിചയമുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് എല്ലാ ഹൈറും പ്രദാനം ചെയ്യട്ടെ. അദ്ദേഹത്തിൻ്റെ അട്ടക്കുളങ്ങരയിലെ അറഫ ഗോൾഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിന് വലിയ വളർച്ചയും ഉയർച്ചയും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. 2ാം സമ്മാനം കൊടുക്കുന്നത് സിഗ്നേച്ചർ കൊല്ലം. കൊല്ലത്ത് ശങ്കേഴ്സ് ഹോസ്പിറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന സ്ഥാപനമാണ് സിഗ്നേച്ചർ. അൽഹംദുലില്ലാ നാസറുദ്ദീൻ സാഹിബ്. അദ്ദേഹവും ഈ പറഞ്ഞതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ താല്പര്യമുണ്ട്. അതോടൊപ്പം തന്നെ കച്ചവടത്തിൽ വലിയ മികവുറ്റ ഒരു വ്യക്തിയാണ്. അള്ളാഹു ഇനിയും ആ മികവും അദ്ദേഹത്തിൻ്റെ ബുദ്ധിയും അദ്ദേഹത്തിൻ്റെ കഴിവും ഇനിയും അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ. അത് സിഗ്നേച്ചറിനും അതിനോടൊപ്പമുള്ളവർക്കൊക്കെ വലിയ നേട്ടത്തിന് അള്ളാഹു കാരണമാക്കട്ടെ. 3ാം സമ്മാനം കൊടുക്കുന്നത് പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റലാണ്. ബഹുമാനനായ ഡോക്ടർ ഷഫീഖ് സാറ് അൽഹംദുലില്ലാ അദ്ദേഹം ഈ ആയുർവേദ ചികിത്സാ രംഗത്ത് മികച്ച മുന്നേറ്റമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചികിത്സയിൽ ഇനിയും ഒരുപാട് കരുത്ത് അള്ളാഹു പകർന്നു കൊടുക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കുന്ന പ്രാർത്ഥന, എല്ലാ പ്രാർത്ഥനയിലും ഒരു വിശ്വാസി ചെയ്യേണ്ടത് നമ്മൾ വളരെ ദയനീയമായി വാതിലിൻ്റെ മുമ്പിൽ കരയുന്നവരായി മാറുക എന്നാണ്. വളരെ ദയനീയമായി, വളരെ താഴ്മയായി കൈനീട്ടി അള്ളാഹുലേക്ക് അപേക്ഷിക്കലാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത്. അത് തന്നെയാണ് ഈ പറയുന്ന പ്രാർത്ഥനയിലൂടെ നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ നഹ്നു അബീദുകൽ ഫുഖറാ നർജൂ ബിബാബിക യാ അല്ലാഹ് ഇഫ്തഹ് അലൈനാ അബ്വാബൽ ഖൈറാത്ത്. അല്ലാഹുമ്മ നഹ്നു അബീദുകൽ ഫുഖറാ. എല്ലാ പ്രാർത്ഥനയിലും ഈ വേർഡ് നമുക്ക് ആഡ് ചെയ്യാം. അല്ലാഹുമ്മ നഹ്നു അബീദുകൽ ഫുഖറാ. പടച്ചവനെ, നിന്റെ സാധുക്കളായ അടിമകളാണ് റബ്ബേ ഞങ്ങൾ. അതാണ് അല്ലാഹുമ്മ നഹ്നു അബീദുകൽ ഫുഖറാ നർജൂ ബിബാബിക യാ അല്ലാഹ്. നിന്റെ വാതിലിൻ്റെ മുന്നിൽ ആഗ്രഹത്തോടെ ഞങ്ങൾ വന്നിരിക്കുന്നു റബ്ബേ. നർജൂ ബിബാബിക യാ അല്ലാഹ്. നിന്റെ വാതിലിന് മുന്നിൽ ആഗ്രഹത്തോടെ ഞങ്ങൾ വന്നിരിക്കുന്നു റബ്ബേ. ഇഫ്തഹ് അലൈനാ അബ്വാബൽ ഖൈറാത്ത്. ഞങ്ങൾക്ക് വേണ്ടി ഖൈറുകളുടെ നന്മകളുടെ വാതിലുകൾ നീ തുറന്നു തരണേ അല്ലാഹ്. അല്ലാഹുമ്മ നഹ്നു അബീദുകൽ ഫുഖറാ നർജൂ ബിബാബിക യാ അല്ലാഹ് ഇഫ്തഹ് അലൈനാ അബ്വാബൽ ഖൈറാത്ത്. തെറ്റുകൂടാതെ എഴുതിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അല്ലാഹുമ്മ നഹ്നു അബീദുകൽ ഫുഖറാ നർജൂ ബിബാബിക യാ അല്ലാഹ് ഇഫ്തഹ് അലൈനാ അബ്വാബൽ ഖൈറാത്ത്. അള്ളാഹു പഠിക്കാനും മനസ്സിലാക്കാനും തൗഫീക്ക് തരട്ടെ. എല്ലാ ഖൈറിൻ്റെ വാതിലുകളും MK ഫാബ്രിക്സിന് അള്ളാഹു തുറന്നു കൊടുക്കട്ടെ. നമ്മുടെ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുന്നവരാണല്ലോ. അപ്പോൾ ആ കച്ചവട സംരംഭത്തിന് ഒരുപാട് വളർച്ചയും ഉയർച്ചയും അള്ളാഹു ഈ പ്രോഗ്രാമിൻ്റെ ബറക്കത്ത് കൊണ്ട്, ഈ ഹിദ്മത്തിൻ്റെ പുണ്യം കൊണ്ട് അള്ളാഹു കൊടുക്കട്ടെ. നിങ്ങളുടെ ഈ പഠനം, ഈ ഖുർആൻ ചർച്ച, ഇതൊക്കെ നമുക്ക് സമ്മാനിക്കുന്നത് MK ഫാബ്രിക്സ് നമ്മുടെ രംഗത്ത് വന്നതുകൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് അവരോടുള്ള നമ്മുടെ കടമ എന്താണ്, ബാധ്യത എന്താണ്? പ്രാർത്ഥിക്കണം. അവരൊരിക്കലും ബിസിനസ്സിൽ തളരാൻ പാടില്ല. കച്ചവട സ്ഥാപനങ്ങളുടെ മുൻനിരയിൽ MK ഫാബ്രിക്സ് എന്നും എക്കാലവും ഉണ്ടാവണം. അതിനുള്ള എല്ലാ വഴികളും അള്ളാഹു അവർക്ക് തുറന്നു കൊടുക്കട്ടെ. നാസറുദ്ദീൻ സാഹിബിനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ബിസിനസ് വലിയ പുരോഗതിയിലേക്ക് അള്ളാഹു എത്തിക്കട്ടെ. അൽഹംദുലില്ലാ, പ്രിയങ്കരനായ നാസറുദ്ദീൻ സാഹിബ്, ഷറഫുദ്ദീൻ സാഹിബ്, നിസാറുദ്ദീൻ സാഹിബ്, അള്ളാഹുവേ ആ സംഘത്തിന് വലിയ യാത്ര ബിസിനസ്സിൻ്റെ മേഖലയിൽ നടത്താനുള്ള കരുത്ത് കൊടുക്കണേ അള്ളാഹ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സംശയങ്ങൾ എല്ലാം എഴുതി അറിയിക്കുക. AM നൗഷാദ് ബാക്കവി, അൽ ജവാബ്, ദാറുൽ ഇഷ്ക്, തെണ്ണൂർക്കുണം, മുടപുരമ്പിയോ, ചിറയിൻകീഴ്, തിരുവനന്തപുരം. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനയിൽ ഈ വിനീതനെയും ഈ പ്രോഗ്രാമിൽ സഹകരിക്കുന്ന കൂടെയുള്ളവരെയും മറക്കാതെ ചേർക്കണമേ എന്നറിയിക്കുന്നു. അടുത്ത വെള്ളിയാഴ്ചയിൽ ഇതേ പ്രോഗ്രാമുമായി നമുക്ക് ഇൻഷാ അല്ലാഹ് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. MK ഫാബ്രിക്സ്, അൽ ജവാബ്, ദ ആൻസർ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് MK ഫാബ്രിക്സ്, കോൺവെന്റ് റോഡ്, കൊല്ലം. MK ഫാബ്രിക്സ്, MK റോഡ്, കൊല്ലം. Signature Groom and Bride, opposite Shangas Hospital, Kollam. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, കരുനാഗപ്പള്ളി. അറഫ ഗോൾഡ്, അട്ടക്കുളങ്ങര, ട്രിവാൻഡ്രം.